Hi friends, welcome back to SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബയോമോളിക്യൂൾസ് ആണ്. സോ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ദി പാർട്ടിക്കിൾസ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് സെൽസ് ആർ കോൾഡ് ക്രോമസോംസ് ആർ റെസ്പോൺസിബിൾ ഫോർ heredity are made up of proteins and another type of biomolecule called nucleic acid. Nucleic acid are mainly of two types, that is DNA and RNA, deoxyribonucleic acid and ribonucleic acid. So since nucleic acids are long chain polymers of nucleotides, so they are called polynucleotides. നമുക്കറിയാം ഡി എൻ എയിലും ആർ എൻ എയിലും ഷുഗർ യൂണിറ്റ് ഉണ്ട്. റൈബോസ് ഷുഗറാണ് അത് ഉള്ളത്. ഈ റൈബോസ് ഷുഗറിൻ്റെ പിന്നെ ഒരു സ്ട്രക്ചറാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ആ ബേസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു OH ഗ്രൂപ്പ് വരുന്ന സമയത്ത് അതിന് റൈബോസ് ഷുഗർ എന്ന് പറയും. പിന്നെ രണ്ട് ടൈപ്പിൻ്റെ ഡി എൻ എയിൽ ഡിയോക്സിയാണ്, പിന്നെ ആർ എൻ എയിൽ ഓക്സിയാണ്. സോ സെക്കൻഡ് പൊസിഷനിൽ OH ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഡിയോക്സി റൈബോസ് ഷുഗറും, മറ്റേത് OH ഉണ്ടെങ്കിൽ റൈബോസ് ഷുഗറും. ആർ എൻ എയും ആയിരിക്കും, ആർ എൻ എയുടെ ബേസ് ഷുഗർ ബേസ് ആയിരിക്കും. സോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന സമയത്ത് ആ ഫസ്റ്റ് കാർബൺ, ഞാൻ ഇതിൽ ഓരോ കാർബണും നമ്പർ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5. ആ നമ്പറിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ ആ 1' പൊസിഷനിലുള്ള OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ബേസ്, ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ് വരുന്ന ബേസുകൾ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. സോ അവിടെ ഒരു ബേസ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ യൂണിറ്റിനെയാണ്, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. എ യൂണിറ്റ് ഫോംഡ് ബൈ അറ്റാച്ച്മെൻറ്റ് ഓഫ് എ ബേസ് ടു 1' പൊസിഷൻ ഓഫ് ഷുഗർ. സോ ഇൻ ന്യൂക്ലിയോസൈഡ്സ് ഷുഗർ കാർബൺസ് ആർ നമ്പേർഡ് ആസ് 1, ആ ഒരു ഡാഷ് വിട്ടുപോയിട്ടുണ്ട്, 1', 2', 3' എക്സെട്ര ഇൻ ഓർഡർ ടു ഡിസ്റ്റിങ്ക്വിഷ് ദം ഫ്രം ബേസസ്. ഓക്കെ, ദെൻ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന സമയത്ത്, അതായത് ആ 5' പൊസിഷനിൽ 5' കാർബണിലുള്ള OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരിക. സോ ദാറ്റ് ഫോംസ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. സോ ദ മോയിറ്റി വെൻ ദ ന്യൂക്ലിയോസൈഡ്സ് ആർ ലിങ്ക്ഡ് is linked to phosphoric acid at 5' പൊസിഷൻ ഓഫ് ഷുഗറിൻ്റെ 5' പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയും, അതിനെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ന്യൂക്ലിക് ആസിഡ് എന്നാൽ പോളിന്യൂക്ലിയോടൈഡ്സ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഷുഗർ ബേസ്, അതായത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ന്യൂക്ലിയോടൈഡ്. ഇനി അടുത്തതിൽ നെക്സ്റ്റ് ഈ തേർഡ് OHും അടുത്തതിൽ അത് ലേറ്റർ ഡിസ്കസ് ചെയ്യാതായിരിക്കും നന്നാവുമെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഒരു സിമ്പിൾ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഷുഗർ ഉണ്ടാവും, ബേസ്, ഫോസ്ഫേറ്റ്, ഷുഗർ ബേസ് ഫോസ്ഫേറ്റ് എങ്ങനെയാണ് അതിൻ്റെ പോളിന്യൂക്ലിയോടൈഡ്സിൻ്റെ സ്ട്രക്ചർ. സോ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ഓഫ് DNA ഓർ RNA ഈൽഡ്സ് എന്തൊക്കെയാണ്? പെൻറ്റോസ് ഷുഗർ, ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് കോൾഡ് ബേസസ്. Okay, then DNA molecule sugar moiety is beta D2 deoxyribose and RNA it is beta D ribose. Okay, left illulladu structure that's for beta D ribose, that is RNA, and right illulladu DNA. സോ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് ഷുഗർ യൂണിറ്റ്, അതായത് ന്യൂക്ലിയോടൈഡ്സ്. ഇതിപ്പോൾ ലെഫ്റ്റിലുള്ള രണ്ട് ന്യൂക്ലിയോടൈഡ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് പൊസിഷനിൽ ബേസും, അതായത് ഫസ്റ്റ് കാർബണിൽ ബേസും ഫിഫ്ത്ത് കാർബണിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമാണുള്ളത്, തേർഡിലൊരു OH ഉണ്ട്. സോ നോക്കുക, സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, ആ തേർഡ് പൊസിഷനിലുള്ള OH, ഒരു ഷുഗറിൻ്റെ തേർഡ് പൊസിഷനിലെ OHും ഇവിടെയുള്ള, അതായത് സെക്കൻഡ് ന്യൂക്ലിയോസൈഡിലുള്ള ഫോസ്ഫേറ്റും കൂടി ലിങ്ക് ചെയ്യും. സോ അതായത് 3'ഉം 5'ഉം. ഓക്കെ, ഇനി അടുത്തൊരു യൂണിറ്റ് ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ 3' ഒരു OH ഫ്രീ ആയിട്ടുണ്ടല്ലോ, ആ ഫ്രീ ആയിട്ടുള്ളതിൻ്റെ അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ലിങ്ക് ചെയ്യും. ഏതിൻ്റെ? ഇനി വരുന്നതിൻ്റെ
5' കാർബണിലുള്ള ഫോസ്ഫേറ്റ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 5' to 3' ആയിരിക്കും അതിൻ്റെ ആ ഒരു റിങ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറൊക്കെ വരുന്ന സമയത്ത് നമുക്ക് 5' to 3' ആയിരിക്കും. ഓക്കെ. DNA contain 4 bases. നമ്മൾ ബേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ് ഇനി ആ ബേസ് എന്ന് നോക്കാം. DNA contain 4 bases: adenine, guanine, cytosine and thymine. Adenine A, guanine G, cytosine C and thymine T. RNA also contains 4 bases. The first 3 bases are same as in DNA, but fourth one is uracil, U എന്നാണ്. അതിൽ ഫോർത്ത് അഡിനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ഉണ്ട് RNAയിൽ. ദെൻ തൈമിന് പകരമുള്ള ആളാണ് യുറാസിൽ. സോ അതിൽ 2 ടൈപ്പ് ഉണ്ട്. പിരമിഡിനും പ്യൂരിൻ ബേസസും ഉണ്ട്. പിരമിഡിൻ എന്ന് പറയുന്ന സമയത്ത് 2 നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ളൊരു അരോമാറ്റിക് റിംഗ് ആയിരിക്കും. പ്യൂരിൻ എന്ന് പറയുന്ന സമയത്ത് 4 നൈട്രജൻ ആറ്റംസ് ഉള്ള ഒരു അരോമാറ്റിക് സിസ്റ്റം. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ദെൻ അഡിനിനും ഗുവാനിനും എന്താണ്? അഡിനിനും ഗുവാനിനും ഒരു പ്യൂരിൻ ബേസാണ്. സൈറ്റോസിൻ, തൈമിൻ, യുറാസിനൊക്കെ പിരമിഡിൻ ബേസ് ആയിരിക്കും. ഓക്കെ. അതിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കാനുള്ളത്, തൈമിൻ്റെയും യുറാസിൻ്റെയും സ്ട്രക്ചർ ഏകദേശം സിമിലർ ആണ്. ഒരു CH3 ഗ്രൂപ്പിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇനി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. Purine bases are always pair up with a pyrimidine base, means AT and GC. അതായത് അഡിനിന് എപ്പോഴും തൈമിനായിട്ട് പെയറപ്പ് ചെയ്യുള്ളൂ, ഗുവാനിൻ സൈറ്റോസിനുമായിട്ടും. അതായത് പ്യൂരിൻ പിരമിഡിനുമായിട്ട്. പ്യൂരിനുമായിട്ട് എന്തില്ല? ബേസ് പെയറിംഗ് ഇല്ല. ബേസ് പെയറിംഗ് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ. തൈമിൻ ഈസ് ഓൺലി ഫൗണ്ട് ഇൻ DNA. In RNA, thymine is replaced by uracil. Uracil and thymine are structurally similar. നമ്മൾ നേരത്തെ കണ്ടു. സോ അഡിനിനെ നമുക്ക് അതിൻ്റെ പേര് നമ്മൾ അതിൻ്റെ നെയിം ചെയ്യുന്ന സമയത്ത് 6 അമിനോ പ്യൂരിൻ എന്ന് പറയാം. അതിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോ ഗുവാനിൻ 2 അമിനോ 6 ഓക്സോ പ്യൂരിൻ. Then thymine 5-methyl 1H pyrimidine 2,4 dione or 5-methyl uracil. Cytosine 4 amino 1H pyrimidine 2-on. Then uracil, pyrimidine 2,4 1H 3H dione. ജസ്റ്റ് ഈ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്ട്രക്ചർ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. NH ഗ്രൂപ്പ് എവിടെയാണ്, OH ഗ്രൂപ്പ് എവിടെയാണ്, കറക്റ്റ് സ്ട്രക്ചർ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ ഈ നെയിംസ് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ DNA ഈസ് ഡബിൾ സ്ട്രാൻഡഡ് ആൻഡ് RNA ഈസ് സിംഗിൾ സ്ട്രാൻഡഡ്. സോ RNAൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് RNAs കാണാം. mRNA, tRNA, rRNA. mRNA is the messenger RNA, rRNA is the ribosomal RNA, and tRNA is the transfer RNA. So functionality in pyrimidine can have medicinal importance. അതായത് ഫങ്ഷണലൈസ്ഡ് എന്ത് pyrimidine bases ഒക്കെ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. So base pairing, the intermolecular hydrogen bonding between complementary bases which facilitate the creation of double-stranded DNA. So the criteria for base pairing is the complementary bases must have equal number of hydrogen bonding sites. അതായത് DNA ഡബിൾ സ്റ്റാൻഡിങ് ഉണ്ടാവാനുള്ള ഇൻ്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇൻ ബിറ്റ്വീൻ ബേസസ്. അപ്പോൾ എല്ലാ ബേസുകളും നമ്മൾ തോന്നിയ പോലെ ഇഷ്ടം പോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ പറഞ്ഞു പ്യൂരിനും പിരമിഡിനും തമ്മിലാണ് എന്ത് ബേസ് പെയറിംഗ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ബേസ് പെയറിംഗ് നടക്കാനുള്ള ക്രൈറ്റീരിയ ആണ് എന്ത്? കോംപ്ലിമെൻ്ററി ബേസിൽ ഈക്വൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് സൈറ്റുകൾ ഉണ്ടായിരിക്കണം. സോ ബേസ് പെയറിങ് എയും ടിയും തമ്മിൽ ഡബിൾ ബോണ്ട് ഉള്ള പോസിബിലിറ്റി ഉള്ളൂ. 2 സോ മീൻസ് ഡബിൾ അവിടെ ഹൈഡ്രജൻ ബോണ്ട് 2 ഹൈഡ്രജൻ ബോണ്ടിങ്ങിനുള്ള പോസിബിലിറ്റിയാണ്. ഞാൻ നേരത്തെ എയും ടിയും തമ്മിൽ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു കറക്ഷനാണ്, ഞാനിപ്പോഴാണ് ഓർത്തത്. സോ എയും ടിയും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്നാണ് പറയേണ്ടത്. ഓക്കെ. ജിയും സിയും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഓക്കെ. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇതാക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ. ദെൻ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണത്. സോ ഇതിൽ ജിയും സിയും തമ്മിൽ എന്താണ് ട്രിപ്പിൾ ബോണ്ട്
ഹൈഡ്രജൻ ബോണ്ടിങ്ങും എയും ടിയും തമ്മിൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. സോ ഈ ഒരു സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 2 സയൻറ്റിസ്റ്റുകളാണ്. ഓക്കെ, ദെൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the 3 base code AUG used in the protein synthesis stands for option A methionine, B alanine, C glycine, D proline. Answer is option A ആണ്. അതായത് codons for amino acid methionine act as a start for the signal protein synthesis of mRNA. The reason for double helical structure of DNA is due to the operation of option A electrostatic attraction, option B van der Waals forces, option C dipole-dipole interaction, option D hydrogen bonding. Correct answer is option D hydrogen bonding. In both DNA and RNA, heterocyclic bases and phosphate ester linked are at. Correct answer is option D C1 and C5' respectively of sugar molecule. In DNA, the nucleoside unit are linked together by a bond. Option B phosphodiester. Gel electrophoresis separate DNA fragments based on their solubility. Which among the following is a purine base? Correct answer is option C guanine. The next question, proteins plays an important role in biochemistry. They usually consist of dash number of different amino acids. Option A 26. Actually question എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓപ്ഷൻ A 26 എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ വേറെ അമിനോ ആസിഡ്സ് 20 അല്ലേ ഉള്ളൂ. കൺഫ്യൂസ്ഡ് ആണ്. സോ എന്തായാലും ഓപ്ഷൻ എ ആണ് കീഴിൽ കാണുന്നത്. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യട്ടോ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു എന്നേ ഉള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബേസ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ RNA ആൻഡ് നോട്ട് ഇൻ DNA? ഓപ്ഷൻ ബി യൂറാസിൽ. Intercalation of metal complex with the DNA leads to option A hypochromism with redshift. A large decrease in rate of absorption per monomer of electromagnetic radiation occurred when polymers are formed from the monomers. This phenomena is known as hypochromism and which is observed in naturally occurring polynucleotides. Which of the following statement is true about a peptide bond? It is capable of forming a hydrogen bond. Which one of the following is not present in RNA? That is thiamine. Option thymine ആണ് ശരിക്കും ഓപ്ഷനിൽ കിടക്കുന്നത് thiamine എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതിയെന്നുള്ളൂ thymine. Treatment of tetrapeptide glycine, arginine, phenyl, alanine with the enzyme trypsin split the peptide into. Option B glycine arginine plus phenyl alanine. The bases which is not present in DNA is option C uracil. Which of the following are the 4 bases present in RNA? Option C adenine, guanine, cytosine and uracil. A tripeptide present in almost all tissues of living things which remove dangerous oxidizing agent is option B glutathione. Then which among the following is a wrong statement regarding the base pairs in nucleic acids? Option D thymine is paired by adenine in RNA. DNA sequencing is usually done by option C gel electrophoresis. The common bases in DNA are option D purine bases adenine, guanine and pyrimidine bases thymine, cytosine. Which of the following pair of amino acid might contribute to protein conformation by forming electrostatic interaction? Option B glutamate and lysine. In a DNA double helix, guanine and cytosine
bases are paired together by option B, hydrogen bonds. Fill in the blanks and choose the correct answer from the choice given below. Correct answer is option A, that is the primary structure of DNA, the sequence of bases in nucleotide strands, and the secondary structure of DNA is a double helix of twisted strand. The sugar phosphate backbone is on the outside and the bases are on the inside of the double helix, and hydrogen bond between base pairs is just one of the force holding two strands of DNA double helix together. Which one of the following is not an example of globular protein? Option A, collagen. Which statement about structure of DNA is incorrect? Option C, double strands forms an helical assembly with a left-handed twist.